സുജയ, ഏതായാലും ആളുകളൊക്കെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അർജുൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ തന്നെ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ തന്നെ അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്? അർജുൻ്റെ സുഹൃത്തുക്കളാണോ? അതെ, സുഹൃത്തുക്കളാണ്. അതെ അതെ അതെ. എന്താ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ അറിഞ്ഞിടത്തോളം അവൻ അവിടെ ലോക്കാണ്. അവിടെ ഒരു രീതിക്കും രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ ഡൗൺ ആയിട്ടാണ് നടക്കുന്നതാണ് ഞങ്ങൾക്ക് അറിയാവുന്ന വിഷയം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മെറ്റൽ ഡിറ്റക്ടറൊക്കെ കൊണ്ടുവന്നിട്ട് NDRF സംഘം പരിശോധിക്കുന്നുണ്ട്. ആ സ്പോട്ട് കണ്ടെത്തി മണ്ണ് മാന്തിയന്ത്രം വെച്ച് മണ്ണ് മാറ്റുമെന്നാണ് പറയുന്നത്. അതെ, പക്ഷേ അതിൽ ഇപ്പോഴും ഒരുപാട് ഡൗൺ ആയിട്ടാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴേൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വിളിച്ചു നോക്കിയെടുത്തോളം. ഇവിടെ അർജുൻ്റെ കൂടുതലൊക്കെ ലോറി പോകുന്ന ആളുകളുണ്ടോ ഇവിടെ അടുത്ത? ലോറിയിൽ അങ്ങനെ പോകുന്ന ആൾക്കാരൊന്നും ഇല്ല. അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോലും. ബാക്കി എല്ലാവർക്കും വേറെ വർക്കൊക്കെ നടക്കുന്നത്. ആ കാര്യങ്ങളായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 വർഷത്തോളമായി ഒറ്റയ്ക്ക് തന്നെ. 8 വർഷമായിട്ട് ലോറി പോകുന്നത്. ഓൾ ഇന്ത്യ വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാ റൂട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ആൾക്ക്. പിന്നെ ഇപ്പം ഇങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. പെട്ടെന്നുണ്ടായത്. നമ്മളൊക്കെ അങ്ങനെ എടുക്കത്തോടെയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം. ഇതിപ്പോൾ 8 മണ്ണ് മാന്തി യന്ത്രം അവിടെ ഉണ്ടെന്ന് പറയുന്നു. കൂടുതൽ ഇനിയും സംവിധാനം വേണമെന്നൊരു ആവശ്യമുണ്ടോ? പിന്നെ ഇനിയും മുന്നോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഇത്രയെന്നുള്ള ഒരു പ്രതീക്ഷയല്ലേ. വൈകുന്തോറും ഒരുപാട് ടെൻഷനും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സുജയ, അതായത് വൈകുന്തോറും ഇപ്പോൾ തന്നെ 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്തോറും ടെൻഷൻ കൂടി വരികയാണ്. കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് അർജുൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്.